പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ദിവ്യകാരുണ്യ വിമോചന യാത്രയിലെ 21-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ദിവസം നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. നിങ്ങളെ സന്തോഷത്തോടെ ഈ യാത്രയിൽ പങ്കുചേരുന്ന നിങ്ങളുടെ ഉത്സാഹത്തിന് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ 21-ാമത്തെ ദിവസം മുതൽ കൂടുതൽ ആഴമായ ഒരു ദൈവബന്ധം നമുക്കുണ്ടാവാൻ നമ്മൾ കൂടുതൽ കർത്താവിനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ വലിയ തീക്ഷ്ണതയോടെ പങ്കുചേരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത് സങ്കീർത്തനം 132 ഒരു വാക്യമാണ്. 132 സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യം, 13ഉം 14. കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു, അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം, ഞാൻ ഇവിടെ വസിക്കും, എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു. ഇത് ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു വാക്യമാണ്. ദേവാലയം നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് യഹൂദൻ്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ദൈവികമായ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ചരിത്ര വഴി, ദേവാലയം എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത്, ദേവാലയത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ് അതിന് ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള പ്രാധാന്യം, ഈ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യഹൂദൻ്റെ ദേവാലയം എന്ന സങ്കല്പം തുടങ്ങുന്നത് ബലിപീഠം എന്ന ആ സങ്കല്പത്തിലാണ്. ബലിപീഠം എന്താണെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. അദൃശ്യനായ ദൈവം, അരൂപിയായ ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് ബലിപീഠം. അങ്ങനെ കായേനും ആബേലും ബലിയർപ്പിച്ചപ്പോൾ അവർ ബലിപീഠം പണിത കാര്യം ഞാൻ സൂചിപ്പിച്ചു. പിന്നീട് നോഹ ബലിപീഠം പണിതു, ബലിയർപ്പിച്ചു. പിന്നെ അബ്രാഹാം ബലിപീഠം പണിതത് കാനാൻ ദേശത്ത് വെച്ച് നമ്മൾ കണ്ടു. യാക്കോബ് ബലിയർപ്പിച്ച് ബലിപീഠം പണിയുന്നത് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഈ ബലിപീഠം എന്ന ആ ആരാധനാ സ്ഥലം അത് കുറച്ചുകൂടെ ഒരു വ്യാപകമായ വിധത്തിൽ വളരുന്നത് നമ്മൾ കാണുകയാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് ചോദിച്ചാൽ, പിന്നീട് മരുഭൂമിയിലേക്ക് അവരെത്തിക്കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറത്ത് വന്ന് മരുഭൂമിയിലേക്ക് വന്നപ്പോൾ സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് മലമുകളിൽ വെച്ച് കൊടുത്ത ദർശനമനുസരിച്ച് അവർ സമാഗമ കൂടാരം പണിതു. ഇതാണ് ദേവാലയവുമായി ബന്ധപ്പെട്ട അവരുടെ രണ്ടാമത്തെ ഘട്ടം. ആദ്യത്തെ ഘട്ടം ബലിപീഠങ്ങൾ, ഒറ്റപ്പെട്ട ബലിപീഠങ്ങൾ അവിടെ ഇവിടെയെല്ലാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ടാബർനക്കിളാണ്, സമാഗമ കൂടാരം. അതൊരു കൂടാരമാണ്, അതൊരു ടെൻ്റാണ്. അതിന് കൃത്യമായി വേർതിരിച്ച് പറയാവുന്ന 3 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വെളിയിലുള്ള ഭാഗമാണ് പുറത്തെ പ്രാകാരം അഥവാ മുറ്റം, ഔട്ടർ കോർട്ട്. ഈ മുറ്റം കഴിഞ്ഞാൽ ഒരു തിരശീല കഴിഞ്ഞാൽ അകത്തുള്ള സ്ഥലമാണ് വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്. അത് കഴിഞ്ഞാൽ കുറേ കൂടെ കട്ടിയുള്ള മൂന്നാമത്തെ അടുത്ത സ്ഥലം, അതിനെ വേർതിരിക്കുന്ന രണ്ടാമത്തെ തിരശീല, അത് കഴിഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം. ഇങ്ങനെ 3 ഭാഗങ്ങൾ യഹൂദൻ്റെ ദേവാലയത്തിന് ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. യഹൂദൻ്റെ സമാഗമ കൂടാരത്തിന് കൃത്യമായി വേർതിരിക്കാവുന്ന 3 ഭാഗങ്ങളുണ്ട്. പുറത്തെ പ്രാകാരം, മുറ്റം, ഔട്ടർ കോർട്ട്. അത് കഴിഞ്ഞാൽ ഒരു തിരശീല, ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം. അത് കഴിഞ്ഞാൽ അടുത്ത കട്ടിയുള്ള, കുറേ കൂടി വളരെ കട്ടിയുള്ള മറ്റൊരു തിരശീല. അത് കഴിഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം. ഇനി ഇത് കഴിഞ്ഞ് സമാഗമ കൂടാരം അവർ ഇവിടെ ചെന്നു, കാനാൻ ദേശത്തേക്ക് എത്തിച്ചേർന്നു. അവർ കാനാൻ ദേശത്ത് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ സമാഗമ കൂടാരം അവർ കൊണ്ടുപോയി ഷീലോ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപിക്കുന്നത്. ഷീലോ നിങ്ങൾക്ക് പരിചയമുണ്ട്. സാമുവേൽ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഷീലോയിലെ ആരാധനാലയത്തിൽ
വാഗ്ദാന പേടകത്തിനടുത്ത് അദ്ദേഹം കിടന്നുറങ്ങുമ്പോഴാണ് കർത്താവ് വിളിക്കുന്നതൊക്കെ. ഷീലോ, ഏലി പുരോഹിതൻ ശുശ്രൂഷ ചെയ്ത ഹന്ന വന്ന് പ്രാർത്ഥിക്കുന്ന ആ സ്ഥലമാണത്. ഷീലോയിലാണ് ഈ സമാഗമ കൂടാരം കൊണ്ടുപോയി അവർ വെച്ചത്. പിന്നെ അവരുടെ ചരിത്രത്തിൽ സംഭവിച്ചത്, ഫിലിസ്തീർ വന്ന് ഈ സമാഗമ കൂടാരം തകർത്ത് കളഞ്ഞു. വാഗ്ദാന പേടകം തട്ടിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഷീലോയിലെ ആരാധനാലയം തകർക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ സമാഗമ കൂടാരവും ബലിപീഠവും അതുമായി ബന്ധപ്പെട്ട് വാഗ്ദാന പേടകം ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഗിബയോൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പൂജാഗിരിയുണ്ട്. ആ ഗിബയോനിലെ പൂജാഗിരിയിൽ അവർ സമാഗമ കൂടാരം പിന്നെ കൊണ്ടുപോയി സ്ഥാപിച്ചു. അവിടെയാണ് സോളമനൊക്കെ പോയി ബലിയർപ്പിച്ചത്, ദാവീദൊക്കെ പോയി ബലിയർപ്പിച്ചത് ഈ ഗിബയോനിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ സ്റ്റേജ് ബലിപീഠം, രണ്ടാമത്തേത് സമാഗമ കൂടാരം. സമാഗമ കൂടാരം ആദ്യം ഷീലോയിൽ, പിന്നെ ഗിബയോനിൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ ചരിത്രം കാണുമ്പോൾ ഇവർ സോളമൻ്റെ കാലം എത്തുമ്പോഴേക്കും ടെമ്പിൾ മൗണ്ടിൽ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് സോളമൻ വലിയ ഒരു ബ്രഹ്മാണ്ഡ ദേവാലയം പണിതു. ആ ദേവാലയത്തിനും ഇതുപോലെ തന്നെ മുറ്റം, അതുപോലെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇങ്ങനെ 3 ഭാഗങ്ങൾ ആ ദേവാലയത്തിനും ഉണ്ട്. ആ ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സമാഗമ കൂടാരം അധികം ശ്രദ്ധിക്കാതെയായി. സോളമൻ്റെ ദേവാലയത്തിലായി പിന്നെ ആരാധന. അപ്പോൾ ദേവാലയത്തിൻ്റെ 3ാമത്തെ ഘട്ടമായിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് സോളമൻ്റെ ദേവാലയം. അപ്പോൾ ബലിപീഠം, സമാഗമ കൂടാരം, 3ാമത്തെ സ്റ്റേജാണ് സോളമൻ്റെ ദേവാലയം. അതിനെ 1ാം ദേവാലയം എന്നാണ് യഹൂദൻ്റെ ചരിത്രത്തിൽ വിളിക്കുന്നത്. ഫസ്റ്റ് ടെമ്പിൾ, 1ാമത്തെ ദേവാലയം. ഈ സോളമൻ്റെ ദേവാലയം BC 587 ബാബിലോൺകാർ വന്ന് തകർത്ത് കളഞ്ഞു, കത്തിച്ച് ഇല്ലാതാക്കി. അപ്പോൾ സോളമൻ്റെ ദേവാലയം 587 BC ഇല്ലാതായി. ഇനി ഇത് കഴിഞ്ഞ് ജനം ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടു, പ്രവാസം. 70 കൊല്ലം കഴിഞ്ഞ് ഇവർ തിരിച്ചു വരുമ്പോൾ അവരുടെ നേതാവായിരുന്ന ആളുടെ പേരാണ് സെറൂബാബേൽ. സെറൂബാബേലിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്ന ജനം 70 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത് ഒരു ദേവാലയം കൂടി പണിതു. അതിനെ സെക്കൻഡ് ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. 2ാം ദേവാലയം, അതിനെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സെറൂബാബേലിൻ്റെ ദേവാലയം എന്ന് വിളിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഘട്ടങ്ങൾ: 1, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, നോഹ, കായൻ, ആബേൽ തുടങ്ങിയവരെല്ലാം ബലിപീഠങ്ങൾ പണിതു. ഇതാണ് ദേവാലയത്തിൻ്റെ ആദ്യ രൂപം. അത് കഴിയുമ്പോൾ സമാഗമ കൂടാരം, അത് കഴിയുമ്പോൾ സോളമൻ്റെ ദേവാലയം, 4ാമത്തെ ഘട്ടമാണ് സെറൂബാബേലിൻ്റെ ദേവാലയം. അതിനെ സെക്കൻഡ് ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. ആ സെറൂബാബേലിൻ്റെ ദേവാലയം പിന്നെയും കുറച്ച് കാലം മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ അന്തിയോക്കസ് എപ്പിഫാനസ് എന്നു പേരുള്ള സിറിയൻ രാജാവ്, അന്ത്യോക്യൻ രാജാവ് വന്ന് ഈ ദേവാലയത്തെ അശുദ്ധമാക്കുകയും ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. പൂർണ്ണമായും തകർത്തില്ല, പക്ഷേ ദേവാലയത്തെ ഡെസക്രേറ്റ് ചെയ്തു, മലിനമാക്കി, നശിപ്പിച്ചു. അതിൻ്റെ പവിത്രത നശിപ്പിച്ചു. ഏതാണ്ട് 3.5 വർഷത്തോളം അന്തിയോക്കസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ദേവാലയം. അവിടെ വിജാതീയ ബലികൾ, പന്നികളെ ബലിയർപ്പിക്കുക, ഇതെല്ലാം ആ ദേവാലയത്തെ വേശ്യാലയമാക്കി മാറ്റി. അങ്ങനെ ഒത്തിരി ദുരിതങ്ങൾ ആ കാലത്ത് നടന്നു. ആ കാലഘട്ടത്തിന് ശേഷം 3.5 വർഷം കഴിയുമ്പോൾ യൂദാസ് മക്കബയൂസിൻ്റെ നേതൃത്വത്തിൽ ഈ ദേവാലയം തിരിച്ചു പിടിച്ചു, അന്തിയോക്കസിനെ തോൽപ്പിച്ചു. അങ്ങനെ ദേവാലയം യൂദാസിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷ്ഠിച്ചു. അതിനെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ, ഹാനൂക്ക ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് യഹൂദന്മാർ ഇപ്പോഴും അത് ആഘോഷിക്കാറുണ്ട്. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ ഇപ്പോഴും അവർക്കുള്ള, യഹൂദർക്കുള്ള ഒരാഘോഷമാണ്. ഇസ്രായേലിൽ ആ ദിവസം വലിയൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. 8 ദിവസം നീളുന്ന ആഘോഷമാണ് ഹാനൂക്ക. അപ്പോൾ അത് എപ്പോഴാണ്? അന്തിയോക്കസ് ദേവാലയം അശുദ്ധമാക്കി കഴിഞ്ഞപ്പോൾ യൂദാസ് മക്കബയൂസിൻ്റെ നേതൃത്വത്തിൽ അവർ ദേവാലയം തിരിച്ചു പിടിച്ച് വീണ്ടും വിശുദ്ധീകരിച്ച് വീണ്ടും പ്രതിഷ്ഠിച്ച്. അതാണ് ദേവാലയത്തിൻ്റെ അടുത്ത ഘട്ടം. അപ്പോൾ ബലിപീഠം, സമാഗമ കൂടാരം, സോളമൻ്റെ ദേവാലയം, സെറൂബാബേലിൻ്റെ ദേവാലയം, പിന്നീട് യൂദാസ്
സെറുബാബേലിൻ്റെ ദേവാലയത്തെ നവീകരിച്ചത്. അത് ദേവാലയത്തിൻ്റെ ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യേശുവിൻ്റെ കാലം എത്തുമ്പോൾ നിലനിന്നിരുന്നത് ഈ യൂദാസ് നവീകരിച്ച ദേവാലയമാണ്. ആ ദേവാലയം അന്നത്തെ യഹൂദന്മാരുടെ ഭരണാധികാരിയാണെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ഹെറോദേസ്, മഹാനായ ഹെറോദേസ് എന്നാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ വിളിക്കുന്നത്. ഈ മഹാനായ ഹെറോദേസ് ആ ദേവാലയം പുതുക്കി പണിയാൻ തുടങ്ങി, വലുതാക്കാൻ തുടങ്ങി, മോടി പിടിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കാലത്ത് ഈശോ കുരിശിൽ മരിക്കുന്ന സമയമൊക്കെ എത്തുമ്പോൾ അപ്പോഴും അതിൻ്റെ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹെറോദേസിൻ്റെ പുനർനിർമ്മാണം എന്ന് നമുക്ക് ആ ഘട്ടത്തെ വിളിക്കാം. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, പൂർവ്വപിതാക്കന്മാർ ബലിപീഠം പണിതത്, പിന്നെ മോശ സമാഗമ കൂടാരം പണിതത്, പിന്നെ അതിനുശേഷം സോളമൻ്റെ ദേവാലയം, സെറുബാബേലിൻ്റെ ദേവാലയം, പിന്നീട് യൂദാസ് നവീകരിക്കുന്നത്, ഇപ്പോൾ യേശുവിൻ്റെ കാലം എത്തുമ്പോൾ ഹെറോദേസ് നവീകരിക്കുന്നതും മോടി പിടിപ്പിക്കുന്നതും. AD 70 എത്തുമ്പോഴേക്കും ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു. റോമൻ പട്ടാളക്കാർ വന്ന് പരിപൂർണമായി ഈ ദേവാലയം കത്തിച്ച് ഇല്ലാതാക്കി. അതോടുകൂടി യഹൂദൻ്റെ ദേവാലയം ഇല്ലാതായി. അവിടെ ഇപ്പോൾ ആ ദേവാലയം നിന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഒരു മോസ്ക് നിൽപ്പുണ്ട്. ആ ദേവാലയം ടെമ്പിൾ മൗണ്ടിൻ്റെ ആ മതിൽ കെട്ടിയിരുന്ന സ്ഥലത്ത്, മതിൽ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ ഇന്ന് വിളിക്കുന്നത് വിലാപത്തിൻ്റെ മതിലെന്നാണ്. അവിടെ നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ കാണാൻ പറ്റും. തൊപ്പിയും തലപ്പാവൊക്കെ വെച്ച യഹൂദന്മാർ ആ വിലാപത്തിൻ്റെ തകർന്നു കിടക്കുന്ന മതിലിൽ തലയിടിച്ച് കരയുന്നത് കാണാം. അത് അവരുടെ ദേവാലയം തകർന്നു പോയതിൻ്റെ ഇന്നും അവസാനിക്കാത്ത ദുഃഖത്തിൻ്റെ ഒരു നിതാന്ത പ്രതീകമെന്നോണം ഇന്നും ഇസ്രായേലിൽ സന്ദർശകർക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തലയടിച്ച് കരയുന്ന യഹൂദനെ കാണാൻ പറ്റും. അപ്പോൾ AD 70 എത്തുമ്പോഴേക്കും യഹൂദൻ്റെ ദേവാലയം പൂർണ്ണമായും തകർക്കപ്പെട്ടു. പിന്നെ ഇപ്പോൾ 2026 പിന്നെ ഇതുവരെയും യഹൂദന് ദേവാലയം പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ചരിത്രം മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കാണണം. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യഹൂദൻ്റെ ദേവാലയം എന്ന സങ്കല്പം ഇല്ലാതായി. ഇനി യഹൂദന് ഒരു ദേവാലയം ആവശ്യമില്ല എന്ന് ദൈവം തീരുമാനിച്ചു. ദേവാലയം ഇല്ലാതായതോടുകൂടി ഞാൻ ഒരു എപ്പിസോഡിൽ പഴയ നിയമത്തിലെ 5 ബലികളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ബലിയർപ്പണങ്ങളും അവിടെ ഇല്ലാതായി. ഇപ്പോൾ ഇസ്രായേലിൽ നിങ്ങൾ പോയാൽ യഹൂദർ ബലി അർപ്പിക്കാറില്ല, കാരണം അവർക്ക് ദേവാലയം ഇല്ല. ബലിയർപ്പണവും ഇല്ലാതായി, ദേവാലയവും ഇല്ലാതായി. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളൊരു ചോദ്യം ചോദിക്കണം. വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ ഒരു ചോദ്യം ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? എന്തുകൊണ്ട് ദൈവം പറഞ്ഞിട്ട് നിർമ്മിച്ച ഈ ദേവാലയം തകർക്കാൻ ദൈവം അനുവദിച്ചു? അത് പുനർനിർമ്മിക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്തുകൊണ്ട് യഹൂദൻ്റെ സകല ബലികളും നിർത്തലാക്കപ്പെടാൻ ദൈവം ഇടയാക്കി? ഈ ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. അതിന് ദൈവശാസ്ത്രപരമായ ദൈവികമായ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യനായി അവതരിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. കൂടാരമടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാരമടിച്ചു, ടാബർനക്കിൾഡ് എന്നാണ്. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. യോഹന്നാൻ പറയുകയാണ്, കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിന് പകരം ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ ഒരു ദേവാലയമായി ഇറങ്ങി വന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിലെത്തുമ്പോൾ യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം തകർത്തുകൊള്ളുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കാം. എന്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം? യേശു ദേവാലയമായി കാണുന്നത് തൻ്റെ ശരീരത്തെയാണ്. നിങ്ങൾ എന്നെ കുരിശിൽ തറച്ച് കൊല്ലുമ്പോൾ, നിങ്ങളെന്നെ പീഡിപ്പിക്കുമ്പോൾ, നിങ്ങളെന്നെ ഉപദ്രവിക്കുമ്പോൾ, എന്നെ ഇഞ്ചോടിഞ്ച് തകർക്കുമ്പോൾ ഈ ദേവാലയമാണ് തകർക്കപ്പെടുന്നത്. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ ദേവാലയം വീണ്ടും പുതുക്കി പണിയും. കർത്താവ് ഉപമയിലൂടെ പ്രതീകാത്മകമായി സംസാരിക്കുകയാണ്. അപ്പോൾ ദേവാലയത്തിൻ്റെ അടുത്ത ഘട്ടം, ബലിപീഠം, സമാഗമ കൂടാരം, സോളമൻ്റെ ദേവാലയം, അതുപോലെ സെറുബാബേലിൻ്റെ ദേവാലയം, യൂദാസ് നവീകരിച്ച ദേവാലയം, ഹെറോദേസ് മോടി പിടിപ്പിച്ച ദേവാലയം, റോമാക്കാർ നശിപ്പിച്ച ദേവാലയം, ആ സ്ഥാനത്ത് നമ്മൾ ദേവാലയത്തിൻ്റെ അടുത്ത ഘട്ടം യേശുക്രിസ്തുവിൻ്റെ ശരീരമെന്ന ദേവാലയം. അതായത് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നതും ആരാധിക്കുന്നതും യേശുക്രിസ്തു എന്ന വ്യക്തിയിലാണ്, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. ഇതാണ് ഈശോ അവതരിപ്പിക്കുന്ന ഒരാശയം.
അങ്ങനെ ഈശോ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ദേവാലയം, യേശുവിൻ്റെ ശരീരം എന്ന ദേവാലയം, മഹത്വീകരിക്കപ്പെട്ട ശരീരം പൗലോസ് അപ്പോസ്തലൻ്റെ പ്രബോധനം അനുസരിച്ച് സഭയായി മാറി. അപ്പോൾ ഇന്ന് ദേവാലയത്തിൻ്റെ നിലനിൽക്കുന്ന രൂപം സഭയാണ്. സഭ, വിശ്വാസികളുടെ സമൂഹമാണ് ഇന്ന് ദേവാലയം. അവിടെയാണ് ദൈവത്തെ പിതാവിനെ നമ്മൾ ക്രിസ്തുവിൽ ആരാധിക്കുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപം എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ, പ്രത്യേകിച്ച് കൊറിന്തോസ് ലേഖനത്തിലേക്കൊക്കെ എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആലയം എന്ന ആശയത്തിൽ നിന്ന് അടുത്ത ആശയത്തിലേക്ക് ദേവാലയ സങ്കല്പം എത്തുന്നത് ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുകയാണ്, ദൈവം വസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളാകുന്ന ഈ ദേവാലയത്തിലാണ്. നമ്മുടെ ആത്മാവിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ജീവിക്കുന്നത്. നമ്മളിൽ ദൈവം ജീവിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ ദൈവം വസിക്കുന്ന ആലയമാണ്. ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളിൽ ദൈവം ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ആശയം കുറേ കൂടെ സജീവമാവുകയാണ്. നമ്മൾ യേശുവിൻ്റെ ശരീരം, ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മളിലെ ഈ ദേവാലയം കുറേ കൂടി കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്നു. കർത്താവ് ജീവനോടെ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നു. ഞാൻ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട ആശയം നിങ്ങളോട് പങ്കുവച്ചത് ഓരോ കുർബാനയിലും നമ്മൾ ദേവാലയങ്ങളായി മാറുന്നു എന്ന ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ കുർബാനയ്ക്ക് പോയി ഒരു കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറിനകത്ത്, ഒരു ദേവാലയത്തിനകത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് കുർബാന സ്വീകരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ദേവാലയമായി മാറുകയാണ്. നമ്മളിൽ ദൈവം ജീവിക്കുകയാണ്. അപ്പോൾ നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണാൻ പറ്റണം, നമ്മളെ കേൾക്കുന്നവർക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റണം, നമ്മളോട് സംസാരിക്കുമ്പോൾ മനുഷ്യർക്ക് ദൈവാനുഭവം ഉണ്ടാവണം, നമ്മളോട് സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ സങ്കടങ്ങൾ മാറണം, നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ രോഗത്തിന് ശമനം വരണം, നമ്മളിലൂടെ ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവരിലേക്ക് ഒഴുകണം. ഒരു ദേവാലയത്തിൽ നിന്ന് മനുഷ്യൻ എന്തെല്ലാം കിട്ടുന്നോ അത് മുഴുവൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മനുഷ്യരിലൂടെ മറ്റ് മനുഷ്യർക്ക് കിട്ടണം. ഇതാണ് യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ആശയം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ കുർബാനയ്ക്ക് പോകുമ്പോഴും ദേവാലയങ്ങളായി മാറാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട പുണ്യം എന്താണ്? അത് വൃത്തിയാണ്, ക്ലെൻലിനെസ്. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. വൃത്തി ദൈവികതയുടെ അടുത്ത് നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തി ഉണ്ടാവണം. അത് നമ്മൾ കുളിക്കുന്നു, വസ്ത്രം അലക്കുന്നു, നമ്മൾ വൃത്തിയായിട്ട് നടക്കുന്നു. നമ്മുടെ തലമുടി മുതൽ നഖം വരെ നമ്മൾ വൃത്തിയായി കൊണ്ട് നടക്കണം. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൂടാതെ നമ്മൾ കിടക്കുന്ന സ്ഥലം, കിടക്കുന്ന കട്ടിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന വീട്, വീടിൻ്റെ പരിസരങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ വാഹനം എല്ലാം വൃത്തിയുള്ളതായിരിക്കണം. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത്? വൃത്തികേട്. നമ്മുടെ ക്ലെൻലിനെസ്സിന് തടസ്സമായ എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് എൻ്റെ ജീവിതത്തിന് ഒരു നല്ല, ഒരു വൃത്തിയും വെടുപ്പുമുള്ള, അച്ചടക്കമുള്ള ഒരു ജീവിതം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ടാസ്ക് എന്താണ്? നിങ്ങളിന്ന് പോയിട്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, വീട്, ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം നോക്കുക. അത് വൃത്തിയുള്ളതാണോ നോക്കുക. അത് വൃത്തിയുള്ളതല്ലെങ്കിൽ അത് വൃത്തിയാക്കുക. അത് നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളാകുന്ന ദേവാലയങ്ങളെ കർത്താവ് വസിക്കുന്ന പരിശുദ്ധ ഇടങ്ങളായി കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഈ ആരാധനയിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം. നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ, നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് മറന്നു പോകാതിരിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. നല്ല കർത്താവേ,
എത്രമാത്രം വലിയ ഒരു ദാനമാണ്, ഞങ്ങൾ ദൈവത്തെ വഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് തന്ന ആ ദാനം എത്ര വലുതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാകാൻ ദൈവമേ ഞങ്ങളെ അങ്ങ് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഞങ്ങളുടെ ഹൃദയം, ദൈവാത്മാവിൻ്റെ ആലയമായ ഞങ്ങളുടെ ശരീരം, അതിൻ്റെ ഏറ്റവും തികഞ്ഞ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ പാപത്തിൻ്റെ എല്ലാ മുള്ളുകളും മാലിന്യങ്ങളും കറകളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി ഈ ലോകത്ത് ജീവിക്കാൻ ഇടയാവണമേ. ഞങ്ങളുടെ ഏറ്റവും ചെറിയ തെറ്റുകൾ പോലും കർത്താവെ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. ഞങ്ങൾ പാപമില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, ഈ ലോകത്തിൻ്റെ മാലിന്യമേൽക്കാത്തവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ വന്നുപോയ കുറവുകൾക്കെല്ലാം ഈ ആശീർവാദത്തിൽ ഈശോ മോചനം തരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് വലിയ വിശുദ്ധിക്കുള്ള കൃപ കിട്ടുന്നതിന് ദാഹിച്ച് ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ ആശീർവാദത്തിലൂടെ നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധമായി മാറട്ടെ. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പാപക്കറകളും കളങ്കങ്ങളും കർത്താവ് മോചിച്ച് വിശുദ്ധീകരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ. കർത്താവിനെ വഹിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവം കടന്നു വന്ന്, നിങ്ങൾ സന്ദർശിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ്, നിങ്ങൾ കാലുകുത്തുന്ന ഇടങ്ങളെല്ലാം ദൈവകൃപയുടെ ഇടങ്ങളായി മാറാൻ ഇടയാവട്ടെ. അതിശക്തമായ വലിയ വിശുദ്ധിയുടെ അഭിഷേകവും വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.